നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മളുടെ നിത്യജീവിതത്തിൽ നമുക്കൊരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഭക്ഷണ സാധനമാണല്ലോ പച്ചമീനുകൾ. അതുപോലെ തന്നെയാണ് നമ്മൾ പാചകത്തിന് ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയും. എന്നാൽ നമ്മളുടെ വീടുകളിൽ ദിവസവും ഉപയോഗിക്കുന്ന ഈ രണ്ട് വസ്തുക്കൾ ശരിക്കും മായം കലർന്നതാണോ? അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിൽ വിഷാംശം ഉണ്ടോ എന്ന് എങ്ങനെ നിങ്ങൾ തിരിച്ചറിയും? പണ്ടുകാലത്തായിരുന്നെങ്കിൽ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടുന്ന തേങ്ങ ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണയും അതുപോലെ തന്നെ പുഴയിൽ നിന്നും കടലിൽ നിന്നുമൊക്കെ അപ്പോഴപ്പോൾ പിടിച്ചുകൊണ്ടുവരുന്ന മീനുകളുമൊക്കെ ആയിരുന്നു നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് കാലം മാറി. നമ്മൾ പണം കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങൾ പകുതിയും മായം നിറഞ്ഞതാണ്. ഇത് എങ്ങനെയാണ് നമ്മളുടെ വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് കണ്ടെത്താൻ കഴിയുക എന്നുള്ളതിൻ്റെ വളരെ സിമ്പിൾ ട്രിക്കുകളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമ്മളുടെ മീനിൻ്റെ കാര്യം നമുക്കെടുക്കാം. നമ്മൾ മാർക്കറ്റിൽ പോയി മീൻ വാങ്ങുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതിൽ രാസവസ്തുക്കൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മീനിൻ്റെ കണ്ണുകൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നല്ല ഫ്രഷ് മീനാണെങ്കിൽ അതിൻ്റെ കണ്ണുകൾ നല്ല വെളിച്ചമുള്ളതും അല്പം പുറത്തേക്ക് തള്ളി നിൽക്കുന്നതുമായിരിക്കും. എന്നാൽ പഴകിയതോ ഫോർമാലിൻ പോലുള്ള കെമിക്കലുകളോ ചേർന്നതായ മീനാണെങ്കിൽ കണ്ണുകൾ കുഴിഞ്ഞായിരിക്കും ഇരിക്കുക. അതുപോലെ തന്നെ ചെറിയൊരു മങ്ങൽ അനുഭവപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ മീനിൻ്റെ ചെകിളപ്പൂക്കൾ നോക്കുന്നതാണ് മറ്റൊരു എളുപ്പവഴി. നല്ല തിളക്കമുള്ള ചുവപ്പ് നിറമാണെങ്കിൽ ധൈര്യമായി വാങ്ങാം. എന്നാൽ കറുപ്പോ തവിട്ട് നിറമോ ആണെന്നുണ്ടെങ്കിൽ ആ മീനുകൾ വാങ്ങാതിരിക്കുന്നതായിരിക്കും നമ്മളുടെ ആരോഗ്യത്തിന് നല്ലത്. ഇതിലും എളുപ്പമുള്ള മറ്റൊരു മാർഗം മീനിൻ്റെ ശരീരത്തിൽ വിരൽ കൊണ്ട് ഒന്ന് അമർത്തി നോക്കുക എന്നുള്ളതാണ്. നമ്മൾ വിരൽ വെച്ച് അമർത്തുമ്പോൾ മാംസം താഴേക്ക് പോവുകയും ഉടൻ തന്നെ പഴയതുപോലെ തന്നെ പൂർവ്വസ്ഥിതിയിലാവുകയും ചെയ്താൽ മീൻ പുതിയതാണെന്ന് ഉറപ്പിക്കാം. അമർത്തിയ ഭാഗം കുഴിഞ്ഞു തന്നെ ഇരിക്കുകയാണെങ്കിൽ അതിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഇതൊന്നും പോരാതെ 100% ഉറപ്പുവരുത്താൻ മറ്റൊരു കിടിലൻ വഴിയുണ്ട്. കൊച്ചിയിലെ സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനമുണ്ട്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എന്നാണ് ഇതിൻ്റെ മുഴുവൻ പേര്. ഇവർ മീനിൻ്റെ മായം കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ടെസ്റ്റിംഗ് കിറ്റ് പുറത്തിറക്കിയിട്ടുണ്ട്. സ്വിഫ്റ്റ് ടെസ്റ്റ് എന്നാണ് ഈ കിറ്റിൻ്റെ പേര്. ഇതിനകത്ത് ചെറിയ പേപ്പർ സ്ട്രിപ്പുകളാണ് ഉണ്ടാകുക. എല്ലാ ചെറിയ മെഡിക്കൽ സ്റ്റോറുകളിലും ഇത് കിട്ടണമെന്നില്ല. എങ്കിലും വലിയ മെഡിക്കൽ ഷോപ്പുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും അതുപോലെ തന്നെ ആമസോൺ പോലുള്ള ഓൺലൈൻ സെൻറ്ററുകളിൽ നിന്നും ഇത് വളരെ കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. ആ സ്ട്രിപ്പ് എടുത്ത് മീനിൽ വെറുതെ ഒന്ന് ഉരസി നോക്കിയാൽ മതി. അതിൽ കെമിക്കൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പേപ്പറിൻ്റെ നിറം കൃത്യമായി മാറും. കുട്ടികൾക്ക് വരെ വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണിത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വെളിച്ചെണ്ണയുടെ കാര്യമാണ്. വെളിച്ചെണ്ണയുടെ കാര്യം ഇതിലും സിമ്പിളാണ്. മലയാളികളുടെ ഏത് കറിക്കും സ്വാദ് കൂട്ടാൻ വെളിച്ചെണ്ണ കൂടിയേ തീരൂ. എന്നാൽ ഈ വെളിച്ചെണ്ണയിൽ മായമുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ കേവലം ഒരു ചെറിയ ഗ്ലാസ് മാത്രം മതിയാവും. നമ്മൾ കടയിൽ നിന്നും വാങ്ങിയ വെളിച്ചെണ്ണ അപ്പുറവും ഇപ്പുറവും കാണാൻ പറ്റുന്ന സാധാരണ ഒരു ചില്ല് ഗ്ലാസ്സിൽ കുറച്ചെടുക്കുക. നമ്മൾ ചായയൊക്കെ കുടിക്കാൻ ഉപയോഗിക്കുന്ന സാധാരണ ഒരു ഗ്ലാസ് ആയാലും മതി. പക്ഷേ എണ്ണയുടെ മാറ്റം പുറത്തുനിന്ന് നോക്കുമ്പോൾ കൃത്യമായി കാണാൻ കഴിയണം. നമ്മൾ ഗ്ലാസ്സിനകത്തെടുത്ത വെളിച്ചെണ്ണ ഫ്രിഡ്ജിലെ താഴത്തെ തട്ടിൽ വയ്ക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്രീസറിൽ വയ്ക്കാൻ പാടില്ല. താഴെ സാധാരണ തണുപ്പുള്ള ഭാഗത്ത് വെച്ചാൽ മതിയാവും. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് എടുത്തു നോക്കുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുന്നത്. ശുദ്ധമായ വെളിച്ചെണ്ണയാണെന്നുണ്ടെങ്കിൽ അത് തണുപ്പ് തട്ടിയാൽ അത് പൂർണ്ണമായും കട്ട പിടിച്ചിരിക്കും. കാരണം തണുപ്പ് തട്ടുമ്പോൾ കട്ട പിടിക്കുക എന്നത് ശുദ്ധമായ വെളിച്ചെണ്ണയുടെ സ്വഭാവമാണ്. എന്നാൽ ഈ ഗ്ലാസ്സിലെ വെളിച്ചെണ്ണ പൂർണ്ണമായും കട്ട പിടിക്കാതെ ഏതെങ്കിലും ഒരു ഭാഗം വെള്ള പോലെ മുകളിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പാമോയിലോ മറ്റേതെങ്കിലും വില കുറഞ്ഞ എണ്ണയോ അവർ കലർത്തിയിട്ടുണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇതൊക്കെ നമ്മളുടെ വീട്ടിൽ നിത്യവും ഉപയോഗിക്കുന്ന സാധനങ്ങളായതുകൊണ്ട് നമുക്ക് വീട്ടമ്മമാർക്കും സാധാരണക്കാർക്കും ഈ അറിവുകൾ തീർച്ചയായും വലിയൊരു ഉപകാരമായിരിക്കും. അടുത്ത തവണ നിങ്ങൾ കടയിൽ മീൻ വാങ്ങാൻ പോകുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അതുപോലെ തന്നെ വെളിച്ചെണ്ണ നിങ്ങൾ മേടിക്കുമ്പോഴും നിങ്ങൾ ഈ പറഞ്ഞ പരീക്ഷണം ഒന്ന് നടത്തി നോക്കുക. വീഡിയോയിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും ബ്രാൻഡുകളുടെയോ കടകളുടെയോ പേര് നമ്മൾ പറയാഞ്ഞത് ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാതെ തികച്ചും പൊതുവായ ഒരു അറിവ് എന്ന രീതിയിൽ ഇത് എല്ലാവരിലും ഉപകാരപ്പെടുവാൻ വേണ്ടിയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതുപോലുള്ള നിങ്ങളുടെ സ്വന്തം അനുഭവങ്ങളും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.
കൂടുതൽ ആളുകളിലേക്ക്, പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പുകളിലേക്കും കൂട്ടുകാരിലേക്കും ഈ ഒരു അറിവ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മളുടെ വീഡിയോ നിരവധി പേര് കാണുന്നുണ്ട്, പക്ഷേ അവരാരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. നിങ്ങളുടെ സബ്സ്ക്രൈബുകൾ കൂടുമ്പോഴാണ് നമ്മളുടെ ചാനലും ഉയർച്ചയിലേക്ക് എത്തുന്നത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ല് ഓണാക്കി വെക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തും. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ.